കേരളത്തിലെ പിന്നാക്ക ക്ഷേമ വകുപ്പിൻ്റെ സ്ഥാപക ഡയറക്ടറും സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ കേരളത്തിൻ്റെ സാമൂഹിക നീതി പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളിൽ ഒരാളുമായ BR ജോഷിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം സാർ. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ബച്ചു കുര്യൻ തോമസിൻ്റേതായ ഒരു ഹൈക്കോടതി വിധി വരികയുണ്ടായി ക്രീമി ലെയർ വിഷയം സംബന്ധിച്ച്. ആ വിധിയിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ പ്രതിമാസ ശമ്പളവും കൂടി കണക്കിലെടുത്ത് വേണം ഇനി നോൺ ക്രീമി ലെയർ ആണോ എന്ന് നിശ്ചയിക്കേണ്ടത് എന്നാണ്. എന്താണ് ആ വിധി പറയുന്നത്? ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉണ്ടാകുന്ന വിധികളും ആ വിധിയെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും വാസ്തവത്തിൽ അടിസ്ഥാനപരമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് വരുന്നത്. നാട്ടിൽ പഴയ ഒരു ചൊല്ലുണ്ട്, ആനയെ അന്തർ കണ്ടിട്ട് വിശദീകരിക്കുന്നത് പോലെ തന്നെ. ആനയെ ചെവിയിൽ പിടിച്ചയാൾ ഇത് മുറം പോലെയാണെന്നും, വാലിൽ പിടിച്ചയാൾ ഇത് ചൂല് പോലെയാണെന്നും, കാലിൽ പിടിച്ചയാൾ ഇത് തൂണ് പോലെയാണെന്നും പറഞ്ഞതുപോലെയാണ് ക്രീമി ലെയർ മാനദണ്ഡങ്ങളെ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ വ്യാഖ്യാനിക്കുന്നതും ഗുണഭോക്താക്കളിൽ ഭൂരിപക്ഷവും വ്യാഖ്യാനിക്കുന്നതും. ഇപ്പോൾ സമീപകാലത്തുണ്ടായ വിധി, ആ വിധി ഉണ്ടായത് ജൂലൈ 26 ശ്രീ ബച്ചു കുര്യൻ്റെ വിധിയാണ്. നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ആ ജഡ്ജ്മെന്റിലെ അവസാനത്തെ കൺക്ലൂഷൻ ഞാനൊന്ന് വായിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻ വ്യൂ ഓഫ് ദ എബോവ് ഡിസ്കഷൻ, ദിസ് കോർട്ട് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് as the parents of the petitioners in both these writ petitions have income as well as wealth far in excess of the limits prescribed, they cannot fall in the category of non-creamy layer. ഈ പരാതിയിലെ ഹർജിക്കാരായ 2 വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾക്ക് സമ്പത്ത്, സ്വത്ത് ആ പരിധിക്കും മുകളിലായതിനാൽ അവർ ക്രീമി ലെയറിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിർവാഹമില്ല എന്നാണ് വിധി. പക്ഷേ ഈ 2 ഹർജിക്കാരുടെയും മാതാപിതാക്കൾ, ഒരാൾ ഒരു അമേരിക്കൻ കമ്പനിയിലെ ലീഡ് ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റൊരാൾ ഹൈദരാബാദിലെ ഒരു വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ വർക്ക് ചെയ്യുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ ഇവരുടെ അപേക്ഷ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കേണ്ട മാനദണ്ഡം ഇവർ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന നിലയിലായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. അതിൻ്റെ മാനദണ്ഡം യഥാർത്ഥത്തിൽ 2017 വരെ കമ്പനികളിലെ ഉദ്യോഗസ്ഥരുടെ പദവി എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരവില്ലായിരുന്നു. പക്ഷേ ക്രീമി ലെയർ മാനദണ്ഡം 8/9/93 പുറപ്പെടുവിച്ചപ്പോൾ അവിടെ 5 കാറ്റഗറി ഉണ്ട്. അത് സാധാരണ ആളുകളൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇത് പലപ്പോഴും ആളുകൾക്കൊരു വ്യക്തത ഇല്ലാത്തതും അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ വിശദീകരിക്കുകയും ചെയ്യാറുണ്ട്. 1ാമത്തെ വിഭാഗം ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ്. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, UPSC PSC പോലുള്ള മെമ്പർമാരും ചെയർമാൻമാരും, ഓഡിറ്റർ ജനറൽ, C&AG, ഇലക്ഷൻ കമ്മീഷൻ, ഇത്തരത്തിൽ ഭരണഘടന സപ്പോർട്ട് ചെയ്ത് ഭരണഘടനയിൽ പരാമർശിക്കുന്ന പദവികളാണ്. അതേസമയം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ MP-മാരോ കേരളത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരോ MLA-മാരോ MP-മാരോ ഒന്നും ഈ ഭരണഘടനാ പദവിയിൽ ക്രീമി ലെയർ നിർണ്ണയത്തിൽ വരില്ല. അതവിടെ നിൽക്കട്ടെ. 2ാമത്തെ കാറ്റഗറിയാണ് സർവീസ് കാറ്റഗറി. സർവീസ് കാറ്റഗറിയിൽ ക്ലാസ് 1 ഗ്രൂപ്പ് A തസ്തികകളിലേക്ക് നേരിട്ട് നിയമിക്കപ്പെട്ട ആളുകളുണ്ട്. ഗ്രൂപ്പ് B തസ്തികയിലുള്ള ആളുകളുണ്ട്. ഗ്രൂപ്പ് Aയിലും ഗ്രൂപ്പ് Bയിലും തസ്തികയിൽ വരുന്ന ആളുകൾ മാത്രമേ ക്രീമി ലെയർ പരിധിയിൽ വരത്തുള്ളൂ. ക്ലാസ് 3 ഗ്രൂപ്പ് C വിഭാഗത്തിൽ വരുന്ന ആളുകൾ ഒരു കാരണവശാലും ക്രീമി ലെയർ മാനദണ്ഡത്തിന്റെ പരിധിയിലേ വരുന്നില്ല. അവരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവരുടെ ശമ്പളം എത്രയായാലും അവർ ക്ലാസ് 3 തസ്തികയിൽ കയറിയ ആൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് ക്ലാസ് 1 ഓഫീസർ ആയാലും അവർക്കിത് ബാധകമല്ല. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ വിശദമായി പിന്നീട് നമുക്ക് പറയാം. നമുക്ക് ആദ്യം സുപ്രീം കോടതി കേസ് വരുന്നത്. 3ാമത് ഈ സർവീസ് കാറ്റഗറിയിൽ തന്നെ Aയും Bയും ക്ലാസ് 1 B, ക്ലാസ് 2, ക്ലാസ് 3 ഗ്രൂപ്പ് C എന്ന് പറയുന്നുണ്ട്. എംപ്ലോയീസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. എംപ്ലോയീസ് ഇൻ പബ്ലിക് അണ്ടർടേക്കിങ്സിൽ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ പറയുന്നത് 1ാമത്തെ, അതായത് A, B, C ഈ കാറ്റഗറിയിൽ വരുന്ന, C ഇല്ല, Aയിലും Bയിലും വരുന്ന ആളുകളുടെ കാര്യത്തിൽ അവരുടെ പദവിയാണ് നോക്കേണ്ടത്. ഈ
പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനും സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ കമ്പനികളിലും ജോലി ചെയ്യുന്നവരെ സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരുമായി പദവി താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ കമ്പയറബിൾ ഓർ ഇക്വലൻ്റ് എന്നാണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ അവരെ അങ്ങനെ പരിഗണിക്കണം. ആ കമ്പയറബിലിറ്റി വരുന്നത് വരെ, തീരുമാനം എടുക്കുന്നത് വരെ ഇവരുടെ കാര്യത്തിൽ ഇവരുടെ വരുമാനം കണക്ക് കൂട്ടി ഇവരെ ഒഴിവാക്കണമെന്നാണ്. ആ വരുമാനം കണക്ക് കൂട്ടുമ്പോൾ ഒരു കാരണവശാലും ഇവരുടെ ശമ്പളം കണക്ക് കൂട്ടാൻ പാടില്ല. ഒരു കാരണവശാലും ഇവരുടെ പദവി മറ്റു തരത്തിലുള്ള ഇവരുടെ സ്റ്റാറ്റസ് നോക്കാൻ പാടില്ല. അതർ സോഴ്സ് ഓഫ് ഇൻകം, അത് പെൻഡിങ് കമ്പയറബിലിറ്റി ഓർ ഇക്വലൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനം വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആളുകൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നു. ആ ക്ലാരിഫിക്കേഷനെ കുറിച്ച് പറയുന്നതിനും തൊട്ട് മുമ്പ് പരാമർശിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജഡ്ജ്മെന്റിൽ പറയുന്നു, ഒരു ഭാഗത്ത് ശമ്പളവും കാർഷിക വരുമാനവും തമ്മിൽ കൂട്ടാൻ പാടില്ല. അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് ഇൻകം ഫ്രം സാലറി ഷാൽ നോട്ട് ബി ക്ലബ്ഡ് എന്നാണ് പറയുക. പക്ഷെ അതിന് വ്യാഖ്യാനിച്ചത് ഇത് രണ്ടും തമ്മിൽ കൂട്ടാൻ പാടില്ലെന്നാണ്. ഇത് രണ്ടും തമ്മിൽ കൂട്ടാനല്ല യഥാർത്ഥത്തിൽ. ഒരു കാരണവശാലും ഈ രണ്ട് വരുമാനവും മറ്റു വരുമാനങ്ങളുമായി ചേർക്കാൻ പാടില്ല, അതർ സോഴ്സ് ഓഫ് ഇൻകവുമായി കൂട്ടാൻ പാടില്ലെന്നാണ്. ഇത് 1993 വിധി വന്ന ഈ മാനദണ്ഡം പുറപ്പെടുവിച്ചതിന്റെ തൊട്ട് പിന്നാലെ 94 ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാരും കാണുന്നില്ല. അത് വിശദമാക്കി തന്നെ പറയുന്നുണ്ട്. ആ വിശദമാക്കി പറയുന്നതിനകത്ത് പറയുന്നുണ്ട്, ഇറ്റ് മീൻസ് ദാറ്റ് ഇൻകം ഫ്രം സാലറി ഓർ അഗ്രികൾച്ചറൽ ലാൻഡ് ഷാൽ നോട്ട് ബി ക്ലബ്ഡ് വിത്ത് ദ അതർ സോഴ്സ് ഓഫ് ഇൻകം. ആ അതർ സോഴ്സ് ഓഫ് ഇൻകം നിശ്ചിത പരിധിക്ക് മുകളിലാണെങ്കിൽ ഇവർ ക്രീമി ലെയറിൽ ഉൾപ്പെടും. അതിനും ഒരു വ്യവസ്ഥയുണ്ട്. ഈ വരുമാനം 3 വർഷം തുടർച്ചയായി ഉണ്ടാവണം. കാരണം എന്താണ്? ഒരാളുടെ വരുമാനത്തിൽ ഏത് സാഹചര്യത്തിലും കുറവുണ്ടാകാൻ പാടില്ല. ഏത് പ്രതിസന്ധിയിലും ഇത് നിലനിൽക്കണം. ആ ഒരാൾ മാത്രമാണ് സമ്പന്നൻ. ഫോർ എക്സാമ്പിൾ, പ്രളയം വന്നു, കോവിഡ് വന്നു. പ്രളയവും കോവിഡും വന്ന കാലങ്ങളിൽ അതിനു മുമ്പ് 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് പ്രളയകാലത്ത് 3 ലക്ഷമായി, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് 2 ലക്ഷമായി. അതിൻ്റെ തൊട്ടടുത്ത വർഷം ചിലപ്പോൾ 15 ലക്ഷം രൂപ ഉണ്ടായാലും അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കാൻ പാടില്ല. കാരണം വരുമാനം സ്ഥായിയായി നിലനിൽക്കണം. ഇതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഹകരണ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാത്തത് കൊണ്ട് സംശയങ്ങൾ ഉണ്ടാവുകയും ഏത് വിധേനയും മുഴുവൻ ആളുകളെയും ക്രീമി ലെയറിൽ ഉൾപ്പെടുത്തി അവരെ പ്രാതിനിധ്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഉദ്യോഗസ്ഥ മേധാവികളുടെയും ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ ആഗ്രഹം. അതിൻ്റെ ഫലമായി 2004 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഓഫീസ് മെമ്മോറാണ്ടം പുറപ്പെടുവിച്ചു. ആ 2004 ഓഫീസ് മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, അതിൻ്റെ ഖണ്ഡിക 9 പറയുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം അന്ന് 2.5 ലക്ഷം രൂപയാണ് 2004 ഇറങ്ങുമ്പോൾ. അവരുടെ ശമ്പളം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാവുകയാണെങ്കിൽ അവർ ക്രീമി ലെയറായി പരിഗണിക്കണം. അവർക്ക് കൃഷിഭൂമിയിൽ നിന്നുള്ള വരുമാനം 1 ലക്ഷം 1.5 ലക്ഷം ആണെങ്കിൽ അത് ഇതോടൊപ്പം കൂട്ടണ്ട. 2004 ഉത്തരവിൽ പറയുന്നത്, ആ 2004 ഉത്തരവിൽ പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു ചോദ്യത്തിലൂടെയാണ് ഈ ഉത്തരം വരുന്നത്. ആ ചോദ്യം ഈ 2004 ഉത്തരവിൽ പറയുന്നുണ്ട്. ചോദ്യം, ഹൗ വിൽ ബി ദ ഇൻകം വെൽത്ത് ടെസ്റ്റ് അപ്ലൈ ഇൻ കേസ് ഓഫ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് പേരൻസ് എംപ്ലോയിഡ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എക്സെട്ര ഇൻ വിച്ച് ഇക്വലൻസ് ഓർ കമ്പയറബിലിറ്റി ഓഫ് പോസ്റ്റ് ഹാസ് നോട്ട് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് വൈസ വേഴ്സ പോസ്റ്റ് ഇൻ ദ ഗവൺമെൻറ്. അതിനോട് പറഞ്ഞ മറുപടി വളരെ സ്പെസിഫിക് ആണ്. ഇഫ് ഇൻകം ഓഫ് ദ പേരൻസ് ഫ്രം ദ സാലറീസ് ആൻഡ് ഫ്രം ദ അതർ സോഴ്സസ് അതർ ദാൻ സാലറീസ് ആൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ഈസ് ഡിറ്റർമിൻഡ് സെപ്പറേറ്റ്ലി. ശമ്പള വരുമാനവും കാർഷിക വരുമാനവും രണ്ടായി കണക്കൂട്ടുക. ഇഫ് ഐദർ ദ ഇൻകം ഓഫ് ദ പേരൻസ് ഫ്രം ദ സാലറീസ് or the income of the parents from other sources other than salaries and agricultural land exceed the limit of rupees 2.5 lakhs per annum for a period of 3 consecutive years, the sons and daughters of such a person shall be treated to fall in creamy layer. അതായത് സർക്കാർ കമ്പനികളിലോ സ്വകാര്യ കമ്പനികളിലോ ജോലി ചെയ്യുന്ന ആളുകളെ സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുമായി കമ്പയർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവരെ തുലനം ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ശമ്പളം കണക്ക് കൂട്ടിയിട്ട് അവർക്ക് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ, 2.5 ലക്ഷം 2004 നിലവിലുള്ളതാണ്, ഇവരെ ക്രീമി ലെയറായി പരിഗണിച്ച് ഉത്തരവ് നൽകണം എന്നാണ് ഈ മാനദണ്ഡം. ഇത്
സർക്കാർ സർവീസിൽ 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ നോൺ ക്രീമി ലെയറിൽ ഉൾപ്പെടുകയും സ്വകാര്യ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സൂപ്പർവൈസർമാരെ, ഫോർമാന്മാരെ, വർക്കർമാരെ തുടങ്ങിയ ആളുകൾക്കൊക്കെ ഈ ശമ്പള കൂടുതൽ കാരണം അർഹത നഷ്ടപ്പെടുകയും ചെയ്യുന്ന വളരെ തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പരാതി ഉണ്ടായി. ഈ പരാതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട്, കോടതികളിൽ വന്നിട്ടുണ്ട്. ഈ കോടതികളിൽ വന്നപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ അവരുടെ പലരുടെയും മാതാപിതാക്കൾ കമ്പനികളിലായിരുന്നു, സ്വകാര്യ കമ്പനികളിലായിരുന്നു. ഇവർക്കൊക്കെ അർഹത ഇവർ നിഷേധിച്ചു. ഫോർമാന്മാരുടെ, സൂപ്പർവൈസർമാരുടെ എക്സ്പീരിയൻസ് കൊണ്ട് വർക്കർമാരായി മുകളിലെത്തിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അർഹത നഷ്ടപ്പെട്ടു. ഈ ശമ്പള വരുമാനം കണക്ക് കൂട്ടുന്നത് ഇത് ചെന്നൈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കി. അതിനെതിരെ അപ്പീൽ കൊടുത്തപ്പോൾ മദ്രാസ് ഹൈക്കോടതി അത് റദ്ദാക്കി, ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. ഇത് ഈ 2004 ഈ 9 പറയുന്ന ഈ വ്യവസ്ഥ റദ്ദാക്കി. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നു. ഇത് പാർലമെന്റിന്റെ വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഈ വിഷയം ഞാൻ പ്രസന്റ് ചെയ്തിരുന്നു, ഇൻഫോർമലായിട്ട് ഇതിന്റെ ആളുകളുമായി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടുകളിലെല്ലാം അവരത് ഉൾപ്പെടുത്തി കൊടുത്തിരുന്നു. ഒടുവിൽ ഇത് നിരന്തരമായി ഇങ്ങനെ നിർവഹിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ പാർലമെന്ററി കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാരണം ഇത്രയും മോശപ്പെട്ട, ഇത്രയും ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു വ്യവസ്ഥ ദുരുപദിഷ്ടമായി മനഃപൂർവ്വമായി ചേർത്തത് ആരാണ് എഴുതി ചേർത്തത്, ഏത് സാഹചര്യത്തിലാണ് വന്നത്, ഇതിനെന്ത് നിയമ ഉപദേശമാണ് കിട്ടിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി ഫയലിൻ്റെ ആവശ്യപ്പെട്ടു. ഒടുവിൽ DOPT മന്ത്രാലയം, പേഴ്സണൽ മന്ത്രാലയം പറയുന്നു ഈ ഫയൽ കാണാനില്ലെന്ന്. അത് ശരി, ഇത് ബോധപൂർവം എഴുതി ചേർത്തതാണ്. അവസാനം ഇതിന് ലോ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ അയച്ചിരുന്നു എന്ന് ചോദിച്ചു, അയച്ചിട്ടില്ല. ഇത് ആര് കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടില്ല. ഒടുവിൽ ഇത് റദ്ദാക്കാൻ തീരുമാനിച്ച ഉത്തരവ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് ഭരണപക്ഷത്തു നിന്നുള്ള അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ഒരിക്കലും നടക്കത്തില്ല. കാരണം ഒരു പാർലമെന്ററി കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടും അതിന്മേൽ ഇടപെടുവാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി തയ്യാറായില്ല. അവർ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഹാജരാക്കുകയും ചെയ്തു. അത് വിഡ്രോ ചെയ്യുവാൻ ഈ 1900, അതായത് നമ്മുടെ ലോകസഭയുടെ 14ാമത് കമ്മിറ്റി, 17ാം ലോകസഭയുടെ 21ാമത് റിപ്പോർട്ടിൽ ഇത് വളരെ വ്യക്തമായി 11/3/2019 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആളുകളുടെ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളതാണ്, ഉദ്യോഗസ്ഥർക്ക് അറിയുന്നതാണ്. പക്ഷേ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായത്. പക്ഷേ ഇതിനിടയിൽ ഇത് വളരെ ഗൗരവമായി കഴിഞ്ഞ 6-7 വർഷമായി 2015 മുതൽ 14 മുതലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒടുവിൽ 2017 കേന്ദ്ര ഗവൺമെൻറ് ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തു, ഓഫീസ് മെമ്മോറണ്ടം ഇഷ്യൂ ചെയ്തു. ഇത് 2017 മറ്റേ വരുമാന പരിധി 8 ലക്ഷമാക്കിയത്. വരുമാന പരിധി പിന്നീട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരുമാന പരിധിയെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. 93 ഉത്തരവുണ്ടാവുന്നത്. ആ ഉത്തരവിൽ പറയുമ്പോൾ ഈ വരുമാന പരിധി 3 വർഷത്തിലൊരിക്കൽ നിർബന്ധമായും വർദ്ധിപ്പിക്കണം, ആവശ്യമെന്ന് കണ്ടാൽ അതിനു മുമ്പും വർദ്ധിപ്പിക്കണം. 93 മാനദണ്ഡത്തിൽ പറയുന്നതാണ്. ഈ മാനദണ്ഡത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാനദണ്ഡം നിശ്ചയിച്ചത് ചില്ലറക്കാരൊന്നുമല്ല. ഇത് പാറ്റ്ന ഹൈക്കോടതിയിലെ ഒരു റിട്ടയർഡ് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് RN പ്രസാദ്, രാംനന്ദൻ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത് ML ഷാഹെ എന്ന് പറയുന്ന ഫോർമർ UPSCയുടെ ചെയർമാനായിരുന്നയാള്, സോഷ്യൽ സയന്റിസ്റ്റാണ്. PS കൃഷ്ണൻ എന്ന് പറയുന്ന മലയാളിയായ വളരെ മിടുക്കനായ സെക്രട്ടറി, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടപ്പാക്കുന്നതിൽ പങ്കുവഹിച്ച അതിന്റെ സെക്രട്ടറി ആയിരുന്നു. റവന്യൂ ബോർഡ് മെമ്പറായിരുന്ന മറ്റൊരു സീനിയർ ഉദ്യോഗസ്ഥൻ. ഇവർ ചേർന്ന ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ടിലാണ് ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഈ ക്രിമിലെയറുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഉദ്യോഗസ്ഥരോ ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിക്കുന്ന കോടതികളോ ജസ്റ്റിസ് RN പ്രസാദിന്റെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടൊന്നും വായിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിർബന്ധപൂർവ്വം ഉന്നയിക്കുകയാണ്. കാരണം ഇവർ ഈ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇത് വായിക്കാൻ ആരും തയ്യാറാവുന്നില്ല. പിന്നെ പലപ്പോഴും കോടതികൾക്ക് മുമ്പിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. കോടതിയുടെ ശ്രദ്ധയിൽ ഇത് ആരും കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും കോടതികളിൽ ഗുണഭോക്താക്കളുടെ താല്പര്യമനുസരിച്ചുള്ള ഒരു കാര്യമേ അവർ പറയാറുള്ളൂ. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ തന്നെ ഒരു വിധി ഉണ്ടായതുകൂടി ഞാൻ ഇവിടെ പരാമർശിക്കാം. വൈക്കം സ്വദേശികളായ 2 അധ്യാപകരുടെ മകൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തപ്പോൾ ആ കുട്ടിയെ വിവാഹം ചെയ്ത ആൾ
ക്ലാസ് 1 ഓഫീസർ ആയതുകൊണ്ട് അവർക്കത് കൊടുക്കാൻ പാടില്ല എന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ഉദ്യോഗാർത്ഥിക്കും മാതാപിതാക്കൾ രണ്ടുപേരും പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥരായിരുന്നു. അവരുടെ വരുമാനം അന്നത്തെ 2.5 ലക്ഷം രൂപയുടെ താഴെയുമായിരുന്നു. അപേക്ഷകർ പറഞ്ഞു ഭർത്താവിൻ്റെ നോക്കാൻ പാടില്ല, അത് വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ നോക്കാൻ പാടില്ല, ഗുണഭോക്താവിൻ്റെ മാതാപിതാക്കളെ മാത്രമേ പരിഗണിക്കാവുന്ന വ്യവസ്ഥയുണ്ട്. അപ്പോൾ അവർ പരാതി കൊടുത്ത് അവരുടെ പരാതി, എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്, റിട്ടയർ ചെയ്തവരാണ്, അവരുടെ ശമ്പളം ഇതിലും കുറവാണ്, അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തരണം, ഭർത്താവിനെ കണക്കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു ശരിയാണ്, ഭർത്താവിനെ കണക്കൂട്ടാൻ പാടില്ലെന്നാണ്, അതുകൊണ്ട് മാതാപിതാക്കളുടെ മാത്രം ശമ്പളം കണക്കൂട്ടിയിട്ട് ഉത്തരവ് കൊടുക്കാൻ പറഞ്ഞു. ഇവർ സാറ്റിസ്ഫൈഡ് ആയി. കാരണം മാതാപിതാക്കളുടെ ശമ്പളം ഇതിൽ കുറവാണ്. അതിനർത്ഥം മാതാപിതാക്കളുടെ ശമ്പളം കണക്കിലെടുക്കാമെന്നാണ് ആ വിധിയുടെ സാരം. ഞാൻ ഇടപെട്ടു ഈ പത്രവാർത്ത കണ്ട്. ഒടുവിൽ ഇത് കൈകാര്യം ചെയ്ത അഭിഭാഷകനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അത് തിരുത്തി വാങ്ങി എന്നുള്ളൊരു നല്ല കാര്യമുണ്ട്. കാരണം ശമ്പളം കണക്കൂട്ടാൻ പാടില്ല, അതാണ് ഒരു കാര്യം. ഇനി ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ ഈ ചർച്ചകളും ബഹളവും എല്ലാം നടക്കുന്നതിനിടയ്ക്ക് 2017 കേന്ദ്ര മന്ത്രാലയം ഇത്തരം ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചു. കാരണം ഇവരുടെ ശമ്പളം കണക്കൂട്ടാൻ പാടില്ല, ഇവരുടെ സമീകരണം നടത്തണം, അല്ലെങ്കിൽ ഇക്വലൻസ് ഉണ്ടാവണം, കമ്പയർ ചെയ്യാൻ കഴിയണം. അങ്ങനെ കഴിയാത്തത് കൊണ്ട് 2017 ഒക്ടോബർ മാസം 25-ാം തീയതി അയച്ച ഒരു ഓഫീസ് മെമ്മോറാണ്ടം ഉണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എൻ്റർപ്രൈസസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെതാണ്. ആ ഉത്തരവ് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇതാരെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആസ് ദ പേ പാറ്റേൺ, perks and allowances of post in central public sector enterprises are completely different from the post in government. Determination of exact equivalence of central public sector enterprises post with group A, B, C and D level post in government is not feasible. However, in view of the government decision dated DOPT dated 6/10/2017, അന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ക്രീമി ലെയർ ക്രൈറ്റീരിയ ഇൻ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ദ ജനറൽ പ്രിൻസിപ്പിൾ വുഡ് ബി ദാറ്റ് ഓൾ ദ എക്സിക്യൂട്ടീവ് ലെവൽ പോസ്റ്റ് ഇൻ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ദാറ്റ് ഈസ് body level executives and below body level executives which are managerial level post will be considered as creamy layer. അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഒരു കമ്പനിയുടെയോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തലത്തിൽ പോളിസി ഡിസിഷൻ മേക്കിങ്ങിന് അധികാരപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും ക്രീമി ലെയർ, അല്ലാത്തവരാരും ക്രീമി ലെയർ അല്ല. ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട്. കാരണം ഏതാണ്ട് ബിലോ 10% മാത്രമേ ഈ ആൾക്കാർ വരത്തുള്ളൂ, അതും 5% കൂടുതൽ ഉണ്ടാവത്തില്ല എന്ന് പിന്നീടും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കേരളത്തിലെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥരും ഒരു അധികാരികളും ഇത് പരാമർശിക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഉദാഹരണം ഡിഫൻസ് സർവീസിലുള്ള ആൾക്കാരെയാണ്. നമ്മുടെ സർവീസ് കാറ്റഗറിയിൽ ഡിഫൻസ് സർവീസിലുള്ള ആളുകളെ പരാമർശിക്കുന്നത് കേണൽ മുതൽ മുകളിലേക്കുള്ളവർ, അല്ലെങ്കിൽ സമാനമായി ആർമിയിലാണെങ്കിൽ കേണൽ, നേവിയിലും എയർഫോഴ്സിലുമാണെങ്കിൽ സമാന പദവിയിലുള്ള ആളുകൾ മാത്രമായിരിക്കും ക്രീമി ലെയർ, അതിന് മുകളിലേക്കുള്ളവരും. അതിൻ്റെ തത്തുല്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലുള്ള ആളുകളും അതിന് മുകളിലുള്ളവർ മാത്രം ക്രീമി ലെയർ ആയിരിക്കും. അപ്പോൾ ഇത് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും, ഇപ്പം കേണൽ വിഭാഗത്തിലുള്ള ഒരാൾ ക്രീമി ലെയറാണ്, ലെഫ്റ്റനന്റ് കേണൽ വിഭാഗത്തിലുള്ള ഒരാൾക്ക് 3-4 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. 36-40 ലക്ഷം രൂപ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ലെഫ്റ്റനന്റ് കേണലിന്. നിങ്ങൾ ലെഫ്റ്റനന്റ് കേണലിന് 40 ലക്ഷം രൂപ ശമ്പളമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല, നിങ്ങളെ ക്രീമി ലെയറിൽ ഉൾപ്പെടുത്തും എന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ, അല്ലെങ്കിൽ ഇത്തരം പരാമർശിക്കുന്ന ആളുകളുടെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ലെഫ്റ്റനന്റ് കേണൽ ഒഴിവാകുന്നുണ്ട്, കമ്പനികളിലെ സീനിയർ പോസ്റ്റിലിരിക്കുന്ന എല്ലാവരും ഒഴിവാകുന്നുണ്ട്. ഒൺലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് എബോവ് ഉള്ളൂ. ഇതാരും കാണുന്നില്ല, ഈ ഉത്തരവാരും പരാമർശിക്കുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട ഹർജിക്കാരിൽ ഞാൻ നേരത്തെ പരാമർശിച്ചു, ഒരാൾ അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, മറ്റേയാൾ ഹൈദരാബാദിലെ വൈസ് പ്രസിഡന്റാണ്. ഈ 2 പേർക്കും റവന്യൂ ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ അവരെ പരിഗണിക്കേണ്ടിയിരുന്നത് 2017 ഈ കാറ്റഗറിയിലാണ്. അതിന് പകരം റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് 1 കോടി രൂപ വർഷം ശമ്പളമുണ്ട്, വേറൊരാൾക്ക് 33 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ആ 33 ലക്ഷം രൂപ ശമ്പളം യഥാർത്ഥത്തിൽ ആണ്ടിലേതാണോ വാർഷികമാണോ മന്ത്ലി ആണോ എന്ന് ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. അത് ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ ആ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചപ്പം
പ്രതിമാസം 33 ലക്ഷം രൂപ അയാൾക്ക് അവിടെ ശമ്പളമുണ്ട്. ഇവിടെ ഈ 1 കോടിയിലധികം രൂപ ശമ്പളമുള്ള ആൾ രണ്ടുപേരും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതിന് മുകളിലുള്ള വൈസ് പ്രസിഡന്റ് പദവിയിലുള്ളതാണ്. ആ കാരണം കാണിച്ച് നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നിരസിച്ചിരുന്നുവെങ്കിൽ ഈ കേസും ഉണ്ടാവത്തില്ല, പരാതി ഉണ്ടാവത്തില്ല. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങളുടെ ശമ്പളം നിശ്ചിത പരിധിക്ക് മുകളിലാകയാൽ നിങ്ങൾക്ക് അർഹതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അപേക്ഷകരും ഹർജിക്കാരും എന്ത് ചെയ്തു? ശമ്പളം കണക്ക് കൂട്ടാൻ പാടില്ലെന്നുള്ള ഉത്തരവുണ്ട്, ആ ഉത്തരവ് എടുത്തു കാണിച്ചു. ആ ഉത്തരവ് എടുത്തു കാണിച്ചിട്ടാണ് അവർ ഹൈക്കോടതി പോകുന്നത്. പക്ഷെ ഹൈക്കോടതി യഥാർത്ഥത്തിൽ ഇവരുടെ വെൽത്ത് ഇൻകമാണ് പരിശോധിച്ചത്. വെൽത്ത് മീൻസ് ടെസ്റ്റ് നമ്മുടെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. കോടതി പരാമർശിച്ചത് ഇവർ അതിസമ്പന്നരാണ്, ഇവർക്ക് BMW കാറുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, ഇവരുടെ സമ്പത്ത് നിശ്ചിത പരിധിക്ക് മുകളിലാണ് എന്നതുകൊണ്ട് ഇൻകം വെൽത്ത് ടെസ്റ്റ് മീൻസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ദേ ആർ നോട്ട് എൻടൈറ്റിൽഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ, ദേ കം അണ്ടർ ഫാൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് ക്രീമി ലെയർ എന്നാണ് കൺക്ലൂഷൻ. ഇതിനെ പരാമർശിച്ചുകൊണ്ടാണ് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളവും കണക്ക് കൂട്ടേണ്ടതാണ് എന്ന വ്യാഖ്യാനം മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നത്. ഇത് റവന്യൂ ഉദ്യോഗസ്ഥർക്കും സംവരണത്തിന് വിരോധികളായിട്ടുള്ളവർക്കും ശമ്പളം കണക്ക് കൂട്ടി എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും വ്യാപകമായ പ്രചരിപ്പിച്ചു. അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ നാട്ടിലുള്ളത്. അതുകൊണ്ട് ആ ജഡ്ജ്മെന്റിൽ പരാമർശിച്ച സംഭവം ഉണ്ടാവാനിടയാക്കിയത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനമാണ്. തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നാട്ടിൽ നമുക്കൊരു ചൊല്ലുണ്ട്, നിങ്ങൾ മദ്യപാനം നിർത്തിയോ? ഓപ്ഷനാണ് യെസ് ഓർ നോ. മദ്യപാനം നിർത്തിയോ എന്നതിന് 2 ഓപ്ഷനേ ഉള്ളൂ, യെസ് ഓർ നോ. അപ്പോൾ കുടിക്കാത്ത ആൾ എന്ത് ചെയ്യും? നോ എന്ന് പറയും. പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ അവരെ കുടിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് ക്രീമി ലെയർ മാനദണ്ഡത്തിന്മേലുള്ള തീരുമാനം ഉണ്ടായത്. എൻ്റെ ഇപ്പോൾ പൊതുസമൂഹത്തോടും ഇത് എന്നെ ശ്രവിക്കുന്നതും കാണുന്നതുമായ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ക്രീമി ലെയർ മാനദണ്ഡം നിശ്ചയിച്ചത് യഥാർത്ഥത്തിൽ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. അത് സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തത് റദ്ദാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിശ്ചയമായും അത് റദ്ദാക്കേണ്ടതായിരുന്നു. ആ പരാമർശം ഉണ്ടായത് പോലും യഥാർത്ഥത്തിൽ ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട മണ്ഡൽ കേസിലെ വിധി ഉണ്ടായപ്പോൾ ഏകപക്ഷീയമായി NSSന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വേണുഗോപാൽ പറഞ്ഞു, ഇങ്ങനെയുള്ള ഉദ്യോഗങ്ങളെല്ലാം പിന്നോക്ക വിഭാഗങ്ങളിലെ ഒരു ക്രീമി ലെയറാണ് തട്ടിയെടുക്കുന്നത്, അത് സാഹചര്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. കോടതിക്കൊരു ബാധ്യത ഉണ്ടായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? എന്തെങ്കിലും ഡാറ്റയുണ്ടോ, തെളിവുകളുണ്ടോ? ഇത് കോടതി ചോദിച്ചുമില്ല, ഹർജിക്കാരെ ഹാജരാക്കിയുമില്ല. പക്ഷേ കോടതി പറഞ്ഞു ഇവരെ ഒഴിവാക്കണമെന്ന്. അങ്ങനെ ഏതെല്ലാം അതിലൊരു വിയോജന വിധി ഉണ്ടായിരുന്നല്ലോ, പാണ്ഡ്യന്റെ വിധി വളരെ കൃത്യമായിരുന്നു. ഭൂരിപക്ഷ വിധി മാത്രമേ ക്രീമി ലെയർ ഉണ്ടായത്. 5 പേര് പറഞ്ഞു, 4 പേര് എതിരായിരുന്നു. അതെന്തുമാവട്ടെ, ആ വിധി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന്റെ ഫലമാണ്. പക്ഷേ അതിനുശേഷം നിശ്ചയിച്ച എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശ വേണ്ട വിധത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. അതിലെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിനെ കുറിച്ച് പറയുന്നില്ല. അതിൽ വേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 40 വയസ്സിന് മുമ്പ് ക്ലാസ് 1 തസ്തികയിലോ ക്ലാസ് 2 തസ്തികയിലേക്ക് നേരിട്ടോ പ്രവേശിപ്പിക്കപ്പെടണം എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഡയറക്ടർ റിക്രൂട്ടിയുടെ കാര്യത്തിൽ പ്രായം പറഞ്ഞിട്ടില്ല. അതിന് കാരണമുണ്ട്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പ്രായം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, 40 വയസ്സാണ്. അതേസമയം ക്ലാസ് 2 തസ്തികയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരാൾ 40 വയസ്സിന് മുമ്പ് ക്ലാസ് 1 ആയെങ്കിൽ മാത്രമേ അയാളുടെ അർഹത നഷ്ടപ്പെടത്തുള്ളൂ. 41ാമത്തെ വയസ്സിലായ ക്ലാസ് 1 ഓഫീസറായാൽ അയാൾക്ക് അർഹതയുണ്ട്. അതേസമയം നേരിട്ട് നിയമിക്കപ്പെടുന്ന 35 കാണുന്നുണ്ടല്ലോ. 35 വയസ്സ് കേരളത്തിലാണ്. കേരളത്തിലെ സർവീസ് ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവേശനത്തിന് 35 വയസ്സാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് 36 വയസ്സാണ് പരിധി. അതിന് കാരണം നമ്മുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ജനറൽ കാറ്റഗറിയുടെ വയസ്സ് 36 ആക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 35ഉം 36ഉം വന്നത്. പക്ഷെ 40 എന്ന് പറയുന്നത് 35 വയസ്സ് കൊടുത്താലും OBCക്ക് 3 വർഷത്തിൻ്റെ ഇളവും SC/STക്ക് 5 വർഷത്തിൻ്റെ ഇളവും ഉള്ളതുകൊണ്ടാണ് അത് 40 വയസ്സാക്കിയത്. കേന്ദ്ര സർക്കാർ അതിൻ്റെ മാക്സിമത്തിലെടുത്തു, കേരള സർക്കാർ അതിൻ്റെ മിനിമത്തിലെടുത്തു. അതുകൊണ്ടാണ് 35 വയസ്സ് വന്നത്. അപ്പോൾ ഈ 40 വയസ്സിന് ശേഷം നേരിട്ട് നിയമിക്കപ്പെടുന്ന ആളുകളെയും യഥാർത്ഥത്തിൽ ക്രീമി ലെയറായി പരിഗണിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ പല കേസുകളിലും നേരിട്ട് നിയമിക്കപ്പെട്ടത് അല്ലെങ്കിൽ 41ാമത്തെ വയസ്സിലാണ് നിയമിക്കപ്പെട്ടതെങ്കിലും അവരെ ക്രീമി ലെയറായിട്ട് പരിഗണിക്കുകയാണ്. അത് പാടില്ല എന്ന് RN പ്രസാദിന്റെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതിലവർ പറയുന്ന ന്യായം 40 വയസ്സിന് മുമ്പ് മാതാപിതാക്കൾക്ക് നല്ല പദവിയും നല്ല ഉദ്യോഗവും ലഭിച്ചാൽ
സ്വാഭാവികമായും അവരൊരു 28-ാമത്തെയോ 30-ാമത്തെയോ വയസ്സിൽ സർവീസിൽ കയറുന്നവരായിരിക്കും. അവർക്ക് അവരുടെ മക്കളെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ നല്ല വിദ്യാഭ്യാസം നൽകുവാനുള്ള സാമ്പത്തിക സാഹചര്യം ഉയർന്ന പദവിയിലെ ശമ്പളം മൂലവും ഉയർന്ന പദവി മൂലം സമൂഹത്തിൽ ലഭ്യമാകുന്ന വിവേചനമില്ലായ്മ, കളക്ടറുടെ മകനാണ് അല്ലെങ്കിൽ ജഡ്ജിയുടെ മകനാണ് അല്ലെങ്കിൽ അതുപോലെ ഉയർന്ന പദവിയിലുള്ള മകനാണ് എന്നാൽ അവർക്ക് സമൂഹത്തിൽ വിവേചനം അനുഭവിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ സാമൂഹ്യ വിവേചനം അനുഭവിക്കാതെയും സാമ്പത്തിക വരുമാനം കൊണ്ട് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സംവരണത്തിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് സംവരണത്തിൻ്റെ ആവശ്യമില്ല എന്ന വിധി ഇതാരും കാണുന്നില്ല. ആളുകളെ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് ഈ മാനദണ്ഡം നിശ്ചയിക്കുകയും അല്ലെങ്കിൽ മാനദണ്ഡം നടപ്പാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും ഭരണ സംവിധാനങ്ങളുടെയും നിലപാട്. ഇതിനെതിരെ പിന്നോക്ക വിഭാഗങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നുമില്ല. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം അവർക്കിതേക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ഇത് വായിക്കുന്നില്ല. ഞാൻ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ ഡയറക്ടറായി ചാർജ് എടുത്ത ശേഷം ഞാൻ അതിനു മുമ്പ് മുതൽ 1980 മുതൽ മണ്ഡൽ കേസുമായി ബന്ധപ്പെട്ടും 90-ൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ മുതലും 93-ൽ മാനദണ്ഡം പുറപ്പെടുവിച്ച അന്ന് മുതൽ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ഇത് ആളുകളിൽ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ക്രീമിലെയർ മാനദണ്ഡങ്ങൾ തെറ്റായി വിനിയോഗിക്കുന്നു എന്നത് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് പല കമ്മിറ്റികളിലും പല സർക്കാർ സ്ഥാപനങ്ങളിലും പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ ആരും വേണ്ട പോലെ എടുക്കാറില്ല. പക്ഷേ 2011-ൽ ഞാൻ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറായി ചുമതലയേറ്റപ്പോൾ ആ ചുമതലയെടുക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൻ്റെ തീരുമാനത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടർ ക്രീമിലെയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ചുമതലയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് റൈറ്റ് ടു സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പലർക്കും മനസ്സിലാക്കുന്നില്ല. ഞാൻ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് നിരസിച്ച റവന്യൂ ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ അസംതൃപ്തി തോന്നിയ അസഹിഷ്ണുതയുണ്ടായ ചില ഉദ്യോഗസ്ഥർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടർ ഞങ്ങളുടെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഒരു DO ലെറ്റർ എഴുതി തീരുമാനത്തിന്റെ ഉത്തരവ് കാണിച്ചുകൊണ്ട് ഇടപെടുവാനുള്ള എൻ്റെ അർഹത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതോടുകൂടി അവരവിടെ നിന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലെയും റവന്യൂ ഉദ്യോഗസ്ഥരെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ് വർക്ക്ഷോപ്പ് 14 ജില്ലയിൽ ഞാൻ നടത്തി. അതിന്റെ ഒരു ഭാഗമായിട്ടാണോ ഈ റവന്യൂ ഗൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങുന്നത്? ആ റവന്യൂ ഗൈഡ് ഇറങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഈ റവന്യൂ ഗൈഡിൽ വളരെ തെറ്റുകളാണ് ചേർത്തിരുന്നത്. ഈ റവന്യൂ ഗൈഡിലെ തെറ്റുകൾ ചേർക്കുമ്പോൾ അതുകൂടി ഒന്ന് പരാമർശിച്ചു പോകുന്നത് നന്നായിരിക്കും. കാരണം ഈ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ചില കേസുകൾ നേരിട്ട് ഞാൻ ഇടപെടുകയും പിന്നോക്ക സമുദായ ക്ഷേമ സമിതി മുമ്പാകെ പരാതിക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് അത് ചർച്ച ഉണ്ടാവുകയും ചെയ്തു. അത് ചർച്ച ഉണ്ടായപ്പോൾ ഉദ്യോഗസ്ഥർ പിന്നോക്ക വിഭാഗ ക്ഷേമ സമിതി വന്നിരുന്നിട്ട് അവരുടെ ന്യായവാദങ്ങളെല്ലാം സമർത്ഥമായി അവതരിപ്പിക്കും. ക്ഷേമ സമിതിയിലുള്ള MLA-മാർക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അത് ശരിവെച്ചു കൊടുക്കും. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ശ്രീ മമ്മൂട്ടി MLA പിന്നോക്ക വിഭാഗ ക്ഷേമ സമിതിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു തിരൂരിൽ മറ്റേ MLA ആയിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ച് വളരെ ഭംഗിയായി സംസാരിക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോഷി, ഇത് ഡയറക്ടർ പരാമർശിക്കുന്നതിലൊന്നുമല്ല കാര്യങ്ങൾ. അവർ വന്ന് പല കമ്മിറ്റികളിൽ സിറ്റിംഗ് നടത്തിയപ്പോഴും ഞങ്ങളോട് പറഞ്ഞത് അവരുടെ ഭാഗം ശരിയാണെന്നാണ്. അത് ഞങ്ങൾക്ക് ആവശ്യമായ ഒരു സഹായം വേണം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറുടെ സേവനം പിന്നോക്ക സമുദായ ക്ഷേമ സമിതിക്ക് ആവശ്യമാണെന്നൊരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ പക്ഷത്ത് വന്നിരുന്നോണ്ട് സംസാരിക്കാം. അങ്ങനെ പിന്നോക്ക സമുദായ ക്ഷേമ സമിതിയുടെ ഒരു യോഗത്തിൽ റവന്യൂ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്നിരിക്കും. ലാൻഡ് റവന്യൂ കമ്മീഷണറും റവന്യൂ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറിമാരും ഇരിക്കുന്ന യോഗത്തിൽ അവരുടെ എല്ലാ വാദഗതികളും തെറ്റാണെന്നും അവരുടെ റവന്യൂ ഗൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തെറ്റാണെന്നും ഒറിജിനൽ ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ സമർത്ഥിച്ചു. അപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഞങ്ങൾ ഉത്തരവ് കണ്ടിട്ടില്ല. അതിശയകരമാണ്. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ 14 ജില്ലകളിലെ ഉദ്യോഗസ്ഥരോട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ 8/9/93 ഇറക്കിയിരിക്കുന്ന ഒറിജിനൽ ഓഫീസ് മെമ്മോറാണ്ടം പല ഓഫീസിലുമില്ല. അവർ എപ്പോൾ ചോദിച്ചാലും റവന്യൂ ഗൈഡ് ആധാരമാക്കി പറയും, റവന്യൂ ഗൈഡിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ റവന്യൂ ഗൈഡിൽ പറഞ്ഞിരിക്കുന്ന അതൊരു റെഫറൻസ് ഗ്രന്ഥമാണ്, ഒരു ഗൈഡാണ്. അവർ ഒറിജിനൽ ഉത്തരവ് നോക്കണം. തീർച്ചയായിട്ടും. പിന്നീട് സംഭവിച്ചത്, ആ നിയമസഭാ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറോട് പറഞ്ഞു,
ILDM-ൽ ഇവരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പറഞ്ഞു. എന്നെ കൂടി ചുമതലപ്പെടുത്തി അവിടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി 2015 മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ, റവന്യൂ ഗൈഡിലെ കുറേയേറെ തെറ്റുകൾ തിരുത്തി. അങ്ങനെ റവന്യൂ ഗൈഡ് പരിഷ്കരിച്ചു വന്നു. എന്ന് മാത്രമല്ല, പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെതായിട്ട് ഒരു പുസ്തകം, ഒരു കൈപ്പുസ്തകം തയ്യാറാക്കി മുഴുവൻ ഉത്തരവുകളും അതിനകത്ത് എൻക്ലോസ് ചെയ്ത് കേരളത്തിലെ 14 ജില്ലകളിലെയും വില്ലേജ് ഓഫീസർമാർ മുതൽ ഡെപ്യൂട്ടി കളക്ടറും കളക്ടറും വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യാനായി അച്ചടിച്ചു കൊടുത്തു. പക്ഷേ ഇത് പലപ്പോഴും പല റവന്യൂ ഓഫീസുകളിലും അവരുടെ ഗോഡൌണിൽ കിടന്നതല്ല ഉദ്യോഗസ്ഥർ കിട്ടിയില്ല. ഞാൻ നേരിട്ട് ഒടുവിൽ എല്ലാ ജില്ലയിലും വില്ലേജ് ഓഫീസർ മുതൽ ഡെപ്യൂട്ടി കളക്ടർമാർ വരെയുള്ളവരെ വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട സംശയം പരിഹരിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകൾ നിരസിക്കുന്നതിന് കുറേ കുറവുണ്ടായി. കാരണം ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഡയറക്ടർ പദവിയിൽ നിന്ന് പോന്ന ശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിശക്തമായി പറയുവാൻ പ്രാപ്തരമായ രീതിയിൽ ഡയറക്ടർമാർ ഇതേക്കുറിച്ച് പറയുന്നില്ല. IAS ഉദ്യോഗസ്ഥർ വരുന്ന അവർ 1 വർഷം വരും, 2 വർഷം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പിന്നീട് അവർ വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്, ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഈ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ വീണ്ടും അർഹരായ പലരെയും അർഹതയില്ല എന്ന് പറഞ്ഞ് നിരസിക്കുന്നുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. ഹൈക്കോടതി കേസ് പോകുന്നുണ്ട്, പരാതികൾ വരുന്നുണ്ട്. ഇത് ഹൈക്കോടതിയിൽ വസ്തുതകൾ കൃത്യമായി എത്താറില്ല. പല ആളുകൾക്കും ഹൈക്കോടതിയിൽ എത്താൻ പറ്റുന്നില്ല, ആളുകൾ മറന്നു പോകുന്നു. ഇതിനൊരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. ഈ ജഡ്ജ്മെൻറ്റ് പോലും ഇപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാഹചര്യം ശമ്പളം കണക്കുകൂട്ടാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ ഉത്തരവിൻ്റെ പേരിൽ, അല്ലെ ഈ ജഡ്ജ്മെൻറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും ശമ്പളം കണക്കുകൂട്ടാനുള്ള പരിശ്രമം ഉണ്ടാവും. എനിക്ക് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരോടും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളോടും പറയാനുള്ളത്, ഉത്തരവ് കൃത്യമായി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട്, ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ AP അനിൽകുമാർ, ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ എൻ്റെ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഈ ഉത്തരവുകൾ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായൊരു ക്ലാസ് എടുക്കണം. കാരണം പഴയ ആളുകൾ പോയി, പഴയ ആളുകൾ ചെയ്തതനുസരിച്ചാണ് പലപ്പോഴും പുതിയ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രീമി ലെയർ മാനദണ്ഡത്തിൻ്റെ കാര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ വസ്തുതകൾ മനസ്സിലാക്കി സത്യസന്ധമായി ആവശ്യമെന്ന് കണ്ടാൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടും പഠിച്ച് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റും വായിച്ച് അതിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി നടപ്പാക്കാൻ പരിശ്രമിക്കണം. സാർ, ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ വരുന്നു. നമ്മൾ ഈ കോടതി വിധിയിൽ, ഈ പറഞ്ഞ ബെച്ചു കുര്യൻ തോമസിൻ്റെ കോടതി വിധിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിധി രോഹിത് നാഥൻ കേസാണ്. അതെ, സുപ്രീം കോടതിയുടെ വിധി. അതെ, അത് ശമ്പള വരുമാനം കണക്കാക്കാൻ പാടില്ല എന്ന് വളരെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വിധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ അതേ കൂടി ഒന്നും കൂടി പറഞ്ഞതിന് ശേഷം നമുക്കിത് അവസാനിപ്പിക്കാൻ വരുന്നു. ആ വിധിയിൽ എന്താണ് പറയുന്ന ആ വിധിയുടെ പശ്ചാത്തലം? ആ വിധിയുടെ പശ്ചാത്തലവും ശമ്പളം കണക്കൂട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ജസ്റ്റിസ് ബെച്ചു കുര്യൻ പരാമർശിച്ചത്. ആ ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റിൽ വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ ആളുകളുടെ സാമ്പത്തിക നിലവാരത്തെക്കുറിച്ചും അവരുടെ ഇൻകം വെൽത്ത് ടെസ്റ്റിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാവുന്നുണ്ട്. ആ പരാമർശങ്ങളെല്ലാം ഇവിടെ എടുത്ത് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് 2010 ഒരു സർക്കുലർ പറയുന്നുണ്ട്. ആ 2010 സർക്കുലർ റദ്ദാക്കിയിട്ടുള്ളതാണ്. ആ റദ്ദാക്കിയ കാര്യവും പറയുന്നുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് ഈ വിധി പറഞ്ഞേക്കണെന്ന് പറയാം. നമ്മൾ രസകരമായ ഒരു കാര്യം, പല കോടതികളിലും വളരെ വ്യത്യസ്തമായ വിധികൾ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ആ കോടതി സംവിധാനത്തെ അല്ല ആക്ഷേപിക്കുന്നത്. അവർക്ക് മുമ്പാകെ ഈ തെളിവുകൾ എത്തപ്പെടുന്നില്ല. റദ്ദാക്കിയ 2004 9ാമത്തെ വ്യവസ്ഥയാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2010 ഉത്തരവെന്ന് പറയുന്നത് അതുകൂടി പരാമർശിക്കാം. 2010 ഉത്തരവ് 2004 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ തുടർച്ചയായി ഇറക്കിയതാണ്. 6 വർഷത്തിന് ശേഷമേ ഇറക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ 2004 ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2010 സംസ്ഥാന സർക്കാർ ഇതിറക്കുന്നത്. അതൊരു ക്ലാരിഫിക്കേറ്ററി ലെറ്ററാണ്. ആ ലെറ്ററിൽ ഈ 2010 അതായത് 14/6/2010 പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഇറക്കിയ സർക്കുലറാണ്. ആ സർക്കുലറിന് അടിസ്ഥാനം 2004 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ നിർദ്ദേശമാണ്. 6 വർഷം കഴിഞ്ഞ് ഇറക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ഇറക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പരാമർശിച്ച് ഇതുപോലെ തന്നെ എടുത്തിട്ടേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് യാതൊന്നും ഇല്ല. പക്ഷെ തെറ്റാണ് കാര്യങ്ങൾ പറയുന്നതെന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ തീരുമാനം എടുക്കുന്നവരും ഏതെല്ലാം തരത്തിലുള്ള തമാശയാണ് കാണിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പം മിസ്റ്റർ സുദേശ് ചോദിച്ചത് ഈ സുപ്രീം കോടതി വിധി 2000 മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിലെ വിധിയിൽ പോലും പരാമർശിക്കുന്നത്
ശമ്പളം കണക്ക് കൂട്ടാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ശ്രീ ബെച്ചു കുര്യൻ പരാമർശിച്ചത് ആ ജഡ്ജ്മെന്റിൽ പരിഗണിച്ചിട്ടുള്ളതും പരാമർശിച്ചിട്ടുള്ളതുമായ വിഷയങ്ങളെ ഇതിനകത്തേക്ക് എടുത്തിട്ട് ഒരു കാരണവശാലും ഈ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഷ്യലി ആൻഡ് ഫിനാൻഷ്യലി എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും ഈ സംവരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം തകർക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് തന്നെ പറയാം. നമ്മുടെ ഈ ബെച്ചു കുര്യൻ്റെ ജഡ്ജ്മെൻറ്റിൽ പരാമർശിക്കുന്ന സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്, ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് അതും വളരെ വിശദമായ ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റിലും പറയുന്നത് വളരെ വലിയ, ഞാൻ വായിച്ചതാണ്. ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഈ ആളുകളുടെ ശമ്പളം നിങ്ങൾ കണക്കൂട്ടാൻ പാടില്ല എന്നാണ്. ആ ശമ്പളം കണക്കൂട്ടാൻ പാടില്ല എന്നുള്ളതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഇതിന് ബാധകമാകുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാരണം അവിടെയാണ് പറയുന്നത്, നിങ്ങൾ അവരുടെ പദവി നോക്കണം. 2017 ഉത്തരവ് മാനദണ്ഡം ഇറക്കുന്നുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അർഹത നിഷേധിച്ച ആളുകൾക്കൊക്കെ അർഹത കൊടുക്കുന്നത്. ആ കേസിനകത്ത് ഒരു കക്ഷിയായിട്ടുള്ള ഡോക്ടർ ഇബ്സൺ ഷാ, ഞാൻ ബന്ധപ്പെട്ടയാളാണ്. ആ കേസിലെ കക്ഷികളെല്ലാമാണ്. അപ്പൊ അവരെ പലരെയും അവരുടെ കമ്പനികളിലെ വരുമാനം കണക്ക് കൂട്ടിയിട്ട് അവരെ ഒഴിവാക്കി. ഈ കേസ് തുടങ്ങിയിട്ട് 15-16 വർഷമാകുമെന്ന് മനസ്സിലാക്കുക. 10 തുടങ്ങുന്നതാണ്, 2026 ഇവർ സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാരാണ്. അതിൽ വിധി ഉണ്ടായത് വളരെ വൈകിയാണ്. ആ വിധി ഉണ്ടാകുമ്പോൾ ആ വിധിയിൽ ഇവരുടെ ശമ്പളം കണക്കൂട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പരാമർശിച്ചുകൊണ്ടാണ്. പക്ഷെ അതിൽ പരാമർശിക്കുന്നത് ശമ്പളം കിട്ടുന്ന ആളുകളുടെ സാമ്പത്തിക പദവിയും മറ്റും എത്തുന്നുണ്ടല്ലോ. അവരെ ഇൻകം വെൽത്ത് ടെസ്റ്റ് മീൻസിൽ പരിശോധിക്കുമ്പോൾ അവരുടെ ഈ ശമ്പളത്തിലൂടെയുള്ള വരുമാനവും ഒരു ഘടകമായി പരിഗണിക്കപ്പെടും. അവരുടെ സാമ്പത്തിക ശേഷി പരിശോധിക്കുന്ന കാര്യത്തിൽ, ഇൻകം വെൽത്ത് ടെസ്റ്റിന്റെ കാര്യത്തിൽ വരുമ്പം അവർക്ക് കിട്ടി അതെല്ലാം പരിഗണിക്കപ്പെടുമെന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ശമ്പളം കണക്ക് കൂട്ടരുതെന്ന് തന്നെയാണ് എല്ലാ വിധിയുടെയും ഗിസ്റ്റ്. അന്തസത്ത അതാണ്. ഈ ക്രിമിലെയർ മാനദണ്ഡങ്ങളുടെ അന്തസത്ത ഏതാണ്, എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്തസത്ത ഏതാണ്, വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും അന്തസത്ത അതാണ്. ഇനി ഇത് മാതാപിതാക്കളെ മാത്രമാണ് ബാധിക്കുന്നത്, അവരുടേത് മാത്രമാണ് പരിഗണിക്കേണ്ടത്. ഒരു കാരണവശാലും ഇപ്പോൾ ഉദാഹരണമായി ഇന്ത്യൻ പോലീസ് സർവീസിൽ IPS കിട്ടിയ ഒരു ഉദ്യോഗസ്ഥന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടി UPSCയിൽ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയിൽ ഈ അപേക്ഷകൻ IPSകാരനാണ് എന്നുള്ളത് ഒരു തടസ്സമല്ല. അപേക്ഷകന്റെ മാതാപിതാക്കൾ IPSോ IASോ ആണെങ്കിൽ ഒഴിവാകും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഈ അപേക്ഷകരുടെ, ഇപ്പോൾ കോട്ടയത്തുണ്ടായ ഒരു കേസ് എനിക്കറിയാം. കോട്ടയത്തുണ്ടായ ഒരു കേസിൽ ബാങ്കിലെ ഒരു സീനിയർ ഓഫീസർ അയാൾക്ക് അതിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ അയാളുടെ അപേക്ഷ നിരസിച്ചു. ആ നിരസിച്ച ശേഷം ഞാൻ ഇടപെട്ടത് RDOയ്ക്ക് കൊടുത്തു. RDO നിരസിച്ചു. RDO പറയുന്നു മാതാപിതാക്കൾ ഇവർ രണ്ടുപേരും ക്രിമിലെയറാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കളക്ടർക്ക് പരാതി കൊടുത്തു. കളക്ടർ പറഞ്ഞ ഒരു കണ്ടെത്തൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. മാതാപിതാക്കൾ ക്രിമിലെയർ ആണെങ്കിൽ അർഹതയില്ലെന്നാണ്. ഇവിടെ അപേക്ഷകർ തന്നെ ക്രിമിലെയർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നിരസിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കണ്ടന്റ് ആണ്. ഒടുവിൽ കളക്ടറുമായി ഞാൻ സംസാരിച്ചു. അതും പിന്നോക്ക സമുദായ ക്ഷേമ സമിതി മുമ്പാകെ വന്നു. ഞാൻ അവിടെ ഹാജരായി. ഒടുവിൽ കളക്ടർക്ക് തീരുമാനം റദ്ദാക്കേണ്ടി വന്നു. അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇന്ന് ആ ഗുണഭോക്താവ് നമ്മുടെ പൊതുമേഖലാ ബാങ്കിന്റെ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതാണ് ഈ നിയമങ്ങളെ സംബന്ധിച്ചും ഉത്തരവുകളെ സംബന്ധിച്ചും ക്ലാരിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് നൽകാനിരിക്കുന്നതെന്നാണ് ഇതിൽ തെളിവാകുന്നത്. അതിന്റെ ഒന്നാമതൊരു ഉദാഹരണം കേരള സർക്കാരിന്റെ കാര്യത്തിലുണ്ട്. കേരളത്തിൽ ഒരു ഉത്തരവിറക്കിയതാണ്. അതൊക്കെ നമ്മൾ ഇതൊക്കെ ആരെങ്കിലും കാണുകയും പറയുകയും ചെയ്തെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇത് പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരും ഇത് പരിഗണിക്കുന്നില്ല. അത് മറ്റൊരു കാര്യം. കേരളത്തിൽ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ പരാമർശിക്കുന്നത് വിവാഹിതരായി മക്കൾ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി, മാതാപിതാക്കളുടെ നോക്കേണ്ടതില്ല എന്ന് കേരള ഗവൺമെന്റ് ഒരു ലെറ്റർ ഇറക്കിയിട്ടുണ്ട്. ആ ലെറ്ററിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട്. അപ്പം ഞാനീ പറയുന്നത് വസ്തുത മനസ്സിലാക്കാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങളും ഉത്തരവുകളും പുറപ്പെടുവിക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. അതിശക്തമായ ഇടപെടൽ ഉണ്ടാവണം. അത് ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവണം, വിശേഷിച്ച് സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. സമുദായ സംഘടനകൾ പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളൊരു വസ്തുതയാണ്.
വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. താൽക്കാലിക വിഷയങ്ങളുടെ പുറകെ എല്ലാവരും പോവുകയാണ്. അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഈ സമൂഹവും ഈ വിഭാഗവും പരാജയപ്പെടുകയാണ്. തീർച്ചയായിട്ടും സാറ് ഇതിനെ സംബന്ധിച്ചൊരു കുറിപ്പ് എഴുതിയതിൽ സാറിൻ്റെ ഒരു പരാമർശം ഞാൻ ശ്രദ്ധിക്കേണ്ടായി. ദ സോഷ്യൽ ഫിലോസഫി ഓഫ് എ ജഡ്ജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ഇൻ ഹിസ് ജുഡീഷ്യൽ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു കാര്യം പറയുകയുണ്ടായി. ഇത് എന്റേതല്ല, ഇതൊരു കോടതി പരാമർശം പറഞ്ഞ ഒരു കാര്യമാണ്. ജസ്റ്റിസ് വി എൻ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അത് വസ്തുതാപരമായി ശരിയാണ്. എല്ലാവരുടെയും സാമൂഹ്യ മനോഭാവം അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. ഇത് ഉദ്യോഗസ്ഥരുടെയും പലപ്പോഴും പല തീരുമാനം എടുക്കുന്ന ആളുകളുടെയും തീരുമാനത്തെ സ്വാധീനിക്കുന്ന അവരുടെ മനോഭാവമാണ്. അവർ കാണുന്നത് എന്താണ്? IAS കാരനായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പൊ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾ 40 വയസ്സിന് ശേഷം IAS കിട്ടിയാൽ അത് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ തസ്തികയാണ്. അതെ, ഡെപ്യൂട്ടി കളക്ടറെ പ്രൊമോട്ട് ചെയ്താണ് IASലേക്ക് കിട്ടുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ട IASലെത്തുന്ന ആൾക്ക് ക്രിമി ലെയറിൽ ഉൾപ്പെടത്തില്ല 40 വയസ്സിന് ശേഷം. ഇതൊരു കളക്ടറുമായി ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് അയ്യോ അങ്ങനെയാണ്, എൻ്റെ കൊച്ചിന് കഴിഞ്ഞ തവണ IIT അഡ്മിഷൻ കിട്ടുമായിരുന്നല്ലോ എന്ന്. പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ല IAS നേരിട്ട് കിട്ടുന്ന ആളെ കുറിച്ചല്ല ഞാൻ പരാമർശിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടറെ പ്രൊമോട്ട് ചെയ്ത് IAS കിട്ടുമ്പോൾ അയാൾ 40 വയസ്സിന് ശേഷം പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ ജൂനിയറായി കയറുന്നയാളെ പ്രൊമോട്ട് ചെയ്ത് ഹയർ സെക്കൻഡറി ഹയർ ആവുന്നതാണ്. അവർക്കിത് ബാധകമല്ല. ക്ലാസ് 3യിൽ കയറുന്ന ആളുകൾക്ക് ബാധകമല്ല. അതിന് കാരണം 3ാം കിട ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കുവാൻ സാമൂഹ്യമായി ഉയർന്ന പദവിയിലെത്തി ആരും തയ്യാറാവത്തില്ല എന്നുള്ളതാണ് അതിന്റെ കണ്ടന്റ്. ഇത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. 4ാം ക്ലാസ് ജയിച്ചിട്ടില്ലാത്ത ആളുകൾ OBC വിഭാഗത്തിൽ 4ാം ക്ലാസ് ജയിച്ചിട്ടില്ലെങ്കിൽ അയാൾ ഒരിക്കലും ക്രിമിനൽ ആവത്തില്ല. ഇപ്പം ഞാൻ SNDP യോഗത്തിന്റെ പ്രവർത്തനം കൂടിയാണ്. SNDP യോഗം ഞാൻ സെക്രട്ടറി 4ാം ക്ലാസ് ജയിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ സമ്പന്നനാണ്. അല്ലെങ്കിൽ നമ്മുടെ MA യൂസഫ് അലി മുസ്ലിം വിഭാഗത്തിൽ OBC വിഭാഗത്തിൽ വരുന്നയാളാണ്. 4ാം ക്ലാസ് ജയിച്ചിട്ടില്ലെങ്കിൽ കോടീശ്വരൻ ശതകോടീശ്വരനാണെങ്കിൽ പോലും അവർ നോൺ ക്രിമിനൽ ആണെന്ന് നമ്മുടെ വ്യവസ്ഥ പറയുന്നുണ്ട്. ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ മാനദണ്ഡം യഥാർത്ഥത്തിൽ തൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ സർവ്വവിധത്തിലുമുള്ള ഉന്നതി മൂലം അയാൾ ആ സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ആ സമുദായത്തിൽ നിന്നും വേർപെട്ട് ആ വ്യക്തി പൊതുസമൂഹത്തോടൊപ്പം എത്തിച്ചേരുന്ന ഘട്ടത്തിൽ ഇയാൾക്ക് സംവരണത്തിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ അതിസമ്പന്നരായ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട പല ആളുകളും പൊതുസമൂഹത്തിലെ അതിസമ്പന്നരുടെ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ രഹസ്യമായി അവർ പിറുപിറുക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ അവർ സംസാരിക്കും. എന്നാലും അയാൾ അതല്ലേ ജാതി, അതല്ലേ സമുദായം എന്ന് പറയും. ആ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണല്ലോ നമ്മളെ പോലുള്ള ആളുകൾ ക്രീമിലെയർന്ന സങ്കല്പത്തെ തന്നെ എതിർക്കുന്നത്. അതെ, എതിർക്കപ്പെടേണ്ടതല്ല, ഇത് ഇല്ലാതാക്കേണ്ടതാണ്. പക്ഷെ അതിപ്പോൾ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 7-ാം തീയതി ബാംഗ്ലൂരിൽ OBC മഹാസംഘം എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിൽ എന്നെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നു. ക്രിമിലെയറുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. അത് അവരുടെ സ്വതന്ത്രയിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിമിലെയർ സങ്കല്പം റദ്ദാക്കുന്നത് വരെ ഇതിന്റെ പരിധി 20 ലക്ഷമായി ഉയർത്തണം എന്നാണ് അവരുടെ ഡിമാൻഡ്. യഥാർത്ഥത്തിൽ സാർ പറഞ്ഞു വന്നിട്ട് പൂർത്തിയാക്കിയില്ല. കാരണം 93-ൽ അതിനുശേഷം പിന്നീട് ഏറ്റവും അവസാനം വരുന്നത് 2017-ലാണ്. 3 വർഷം എന്നുള്ളത് മാറ്റിയിട്ടവർ 3 വർഷത്തിന് ചെയ്തിട്ടില്ല. പിന്നെ 2017-ലാണ് 8 നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ അതേക്കുറിച്ച് പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട്. ആളുകൾ അറിയേണ്ട കാര്യം, 1993-ൽ 1 ലക്ഷം രൂപ എന്ന വരുമാന പരിധി നിശ്ചയിക്കുന്നു. 11 വർഷത്തിന് ശേഷം 2004-ലാണ് അത് 2.5 ലക്ഷമായി ഉയർത്തുന്നത്. 2008-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനത് കൃത്യമായി പറയാം. ആളുകൾക്കറിയാം. 6 ലക്ഷമാക്കുന്നത് 4.5 ലക്ഷമാകുന്നു. പിന്നീട് 6 ലക്ഷമാകുന്നു. പിന്നീട് ഇപ്പോൾ നിലവിലുള്ള 8 ലക്ഷം എന്ന് പറഞ്ഞാൽ 2017-ലാണ്. 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ വിധിയുണ്ടായ ഹൈക്കോടതി ജഡ്ജി പോലും, ശ്രീ ബെച്ചു കുര്യൻ പോലും അത് പരാമർശിക്കാത്തതിൽ എനിക്ക് വേദനയുണ്ട്, ഖേദമുണ്ട്, അല്ലെങ്കിൽ എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ഇത് മുഴുവൻ പരിശോധിച്ച് അദ്ദേഹം പറയുന്നില്ല. ഇത് വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ടെന്നുള്ള കാര്യം ആരും പറയുന്നില്ല. സംഘടനകൾ പറയുന്നില്ല. അവർ പറയാതിരിക്കുന്നതിന് കാരണം സംഘടനകൾ, MP-മാര്, MLA-മാര് ആരും തന്നെ ഉന്നയിക്കുന്നില്ല. പറയാതിരിക്കുന്നതിന് കാരണമുണ്ട്. അവർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയരുകയാണ്. അപ്പൊ നിലവിലുള്ളത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇപ്പൊ നടത്തുന്നത്. അതുകൊണ്ട് പുതുതായി ചോദിക്കാൻ കഴിയുന്നില്ല. നാം വലിയ കഷ്ടതയും ദുരിതത്തിലുമാണ്. ഞാൻ ഈ പിന്നോക്ക സമുദായങ്ങൾ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് കുഴൽക്കിണറിൽ വീണ ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ മാർഗമില്ല. പാരലായി നമ്മളെ രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നോക്ക സമുദായ സംഘടനകളിൽ നയിക്കുന്ന ചിലർ തന്നെ ഇതിനെതിരായി നിൽക്കുകയാണ്. അവർക്ക് മറ്റു പല താല്പര്യങ്ങളാണ്. ഇപ്പോൾ സംഘപരിവാർ ശക്തികളെ സഹായിക്കുക, അല്ലെങ്കിൽ RSSനെ സഹായിക്കുക, അതിലൂടെ വ്യക്തമായി തങ്ങളുടെ സാമ്പത്തിക നേട്ടവും തങ്ങളുടെ സുരക്ഷിതവും ഉറപ്പാക്കുക. ഈ ലക്ഷ്യം മൂലം
പിന്നോക്ക സമുദായ സംഘടനകൾ ഇന്ന് ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത് കരകയറാനാവാത്ത അവസ്ഥയിലാണ്. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാവണം. അത്തരം ചിന്തകൾക്ക് നമ്മുടെ ഈ ചർച്ച പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ നന്ദി. വളരെ സന്തോഷം.